ഹലോ ഫ്രണ്ട്സ്, യു വാച്ചിങ് ട്രയോസ്കോപ്സ്. ഇത് നമുക്ക് അധികം പരീക്ഷിക്കാത്ത എന്നാൽ നമ്മുടെ കയ്യിലേക്കുള്ള സാധാ ചെറിയ ചെറിയ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഒരു പ്രത്യേക തരം കറി ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് കറിയിലേക്ക് പോകാം. നമ്മൾ ഉണ്ടാക്കാൻ പോണ കറിയുടെ പേര് പരിപ്പ്, ചക്കക്കുരു, മാങ്ങ, ചീരക്കറി. അതിപ്പോ എല്ലാവരും വിചാരിക്കും ഇത് കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു കറി അല്ലേന്ന്. പക്ഷെ ഇത് അങ്ങനെയല്ല ഗൈസ്. ഇത് എല്ലാം കൂടി മിക്സ് ചെയ്താണ് ഉണ്ടാക്കുന്നത്. എല്ലാവരും ഒന്നില്ലെങ്കിൽ പരിപ്പ് മാങ്ങ, അല്ലെങ്കിൽ പരിപ്പ് ചീര, അല്ലെങ്കിൽ പരിപ്പ് ചക്കക്കുരു അങ്ങനെയൊക്കെ ഉണ്ടാക്കാം. പക്ഷെ ഞങ്ങൾ ഇതെല്ലാം ഒരുമിച്ചാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. നമുക്കിതിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണം നോക്കാം. ഫസ്റ്റ് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി, പരിപ്പ്, നാളികേരം, അതില് ജീരകം കൂടി ഇട്ടിട്ടുണ്ട്. ചിലവര് 2 അല്ലി വെളുത്തുള്ളി കൂടി ഉപയോഗിക്കാം, അത് ഡിപ്പെൻസ് ആണ്. ചക്കക്കുരു ഞങ്ങള് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ചക്കക്കുരു ആണ്. സവോള, മാങ്ങ, പിന്നെ ഫ്രഷ് ചീര. ആദ്യം തന്നെ നമുക്ക് പരിപ്പ് നന്നായി കഴുകിയെടുക്കാം. ഇതിലേക്ക് കഴുകി വെച്ച മാങ്ങ, സവോള, ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. നന്നായി മിക്സ് ആക്കുക. ഇതിനി നമുക്ക് ഗ്യാസിൽ വെച്ച് ഒരു വിസിലടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കഴുകി വെച്ച ചീര നമുക്ക് കുനുകുനായി അരിയാം. ഇനി അടുത്തൊരു പാൻ എടുത്ത് അതൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഞങ്ങൾ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്ന, നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം. അതിലേക്ക് ചീര ഒന്നിടാം. ചീര ഇട്ടതിന് ശേഷം അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ചീര അവിടെ ഇരുന്ന് ശരിയാവട്ടെ. നമുക്ക് ആ സമയത്ത് മിക്സി എടുത്ത് അതിലേക്ക് വേണ്ട മിക്സ് തയ്യാറാക്കാം. അതിലേക്ക് നാളികേരം, ജീരകം, ഒരു 2 പച്ചമുളകും കൂടി ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ വേറൊരു ടേസ്റ്റ് നമുക്ക് വരാം. നമ്മളുടെ കുക്കർ ഒരു വിസിൽ വന്നിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. ഏകദേശം ഈ ഒരു രൂപത്തിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഇതിലേക്ക് നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ചീര, അരിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന നാളികേരം, അതിൻ്റെ ആ മിക്സ് ഫുള്ളാക്കി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇത് നമ്മൾ ഇളക്കി നോക്കുമ്പോൾ ഇത്തിരി കട്ടി പോലെ തോന്നിക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ളവർക്ക് ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് ഒന്നുകൂടിയും ആവശ്യാനുസരണം ലൂസാക്കാവുന്നതാണ് കേട്ടോ. ഇത് നന്നായിട്ട് തിളയ്ക്കുന്ന നേരം കൊണ്ട് നമുക്ക് കാച്ചാനുള്ളത് സെറ്റാക്കാം. സൺഫ്ലവർ ഓയിൽ, കടുക്, പച്ചമുളക്, വേപ്പില. നമുക്ക് ഇതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. നല്ല ചൂട് ചോറിന്റെ ഒപ്പം ഈ ഒരു കറി, പിന്നെ ഒരു ഉണക്കമാന്തൽ കൂടി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട.